പുതിയ സർക്കാർ അധികാരത്തിലോട്ട് വന്നപ്പം അതായത് ഒരു പദ്ധതിയെ മുടക്കിക്കൊണ്ടാണ് ആദ്യ അവരുടെ പ്രഖ്യാപനം തന്നെ. അതായത് കേരയിൽ അതായത് മുന്നേ സർക്കാരിന്റെ ഒരു പദ്ധതിയായിരുന്നു. കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിനെ തടഞ്ഞുകൊണ്ടാണ് പുതിയ സർക്കാരിന്റെ വരവ് തന്നെ. അതിനെ സ്വീകരിച്ചു. കാരണം അത് സാധാരണക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് പേരെ കണ്ണീര് കുടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിനെ ഈ ഒരു പ്രഖ്യാപനത്തെ സ്വീകരിച്ചവരുമുണ്ട് വലിയൊരു വിഭാഗം. പക്ഷേ ഇപ്പൊ ദേ നമ്മുടെ മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 56 രൂപയാണ് ആവാൻ പോകുന്നത്. 1-ാം തീയതി മുതൽ ആ വില പ്രാബല്യത്തിൽ വരികയാണ്. 4 രൂപ ഒറ്റയടിക്ക് കൂട്ടി. ഇതും സാധാരണക്കാരെ ബാധിക്കില്ലേ? ഇതില് നല്ലൊരു സാധനമാണ്. അതായത് 65 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവാക്കിയിട്ടാണ്, 65 സംതിങ് കോടി രൂപ ചെലവാക്കിയിട്ടാണ് സർക്കാർ ഇതുവരെ, അതായത് മുൻ ഇടതുപക്ഷ സർക്കാർ സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അപ്പോൾ അതിനുവേണ്ടി DPR ഉണ്ടാക്കുക, പ്രാരംഭ പ്രവർത്തനങ്ങൾ, അതായത് മഞ്ഞക്കുറ്റി സർവേ അതുപോലുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ രീതിയിൽ നടത്തിയത്. ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഇതിന് അന്തിമമായ അനുമതി നൽകേണ്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ്. അപ്പം കാര്യം റെയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കേന്ദ്രത്തിന് മാത്രമാണ് ഒരു റെയിൽവേ മിനിസ്റ്റർ ഉള്ളത്. അപ്പം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ മിനിസ്ട്രി അതിന് അംഗീകാരം നൽകുകയും ആ DPR അംഗീകരിക്കുകയും തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യാം. അപ്പൊ ഈ പദ്ധതിയുടെ ഒരു വിഹിതം അവർ ചെലവഴിക്കുന്നതാണ്, കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അപ്പം കേന്ദ്ര സർക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു നരേന്ദ്രമോദിയെ നമ്മൾ എടുത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഘട്ടത്തിലും ഈ കേരളിനെതിരെ പറഞ്ഞിട്ടില്ല. കാര്യം കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനം നടപ്പിലാകുമ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നടപ്പിലാകുന്ന ഒരു വലിയ പ്രോജക്റ്റായി അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഏകദേശം അവിടെ നിന്ന് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു മഞ്ഞക്കൊടിയെങ്കിലും കണ്ടതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ട് പോയത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ കുറച്ച് കടുത്തുപോയി. അതായത് സ്ഥലം അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് സ്ഥലം അക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന നഷ്ടപരിഹാരം അവരുടെ പ്രോപ്പർട്ടിക്ക് ലഭിക്കും. നഷ്ടപരിഹാരം എന്നല്ല, സ്ഥലം പണം നൽകിയിട്ട് ഒരു എന്താ പറയുക പൊന്നും വിലയ്ക്കാണ് പലപ്പോഴും എടുക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ദേശീയപാത ഉണ്ടായ സമയത്തും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സ്ഥലം അക്വിസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പറയുന്ന തുക കൊടുത്തു. 5800 ചില്ലാനം കോടി രൂപയാണ് കൊടുത്തത്. ഇനിയും 1000 ചില്ലാനം കോടി രൂപയും കൂടെ കൊടുക്കാനുണ്ട് സംസ്ഥാനം. അതായത് ഈ സ്ഥലം അക്വയർ ചെയ്യുന്നത് അതെങ്കിൽ 25% ആണ് ശരിക്കും സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത്. അപ്പൊ ആ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും 1600 ചില്ലാനം കോടി രൂപയും കൂടെ കൊടുത്താലേ അതിന്റെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ. അത് ഇപ്പൊ ഇനി വരുന്ന സർക്കാരിന്റെ ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ രീതിയിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആരോട് വേണേൽ ചോദിച്ചു നോക്കൂ, ദേശീയപാത അപ്പുറം ഇപ്പുറം താമസിക്കുന്ന സ്ഥലം പോയവരോട് ചോദിച്ചു നോക്കൂ, അവർക്ക് മാന്യമായ നഷ്ടപരിഹാരമാണ് കിട്ടിയിരിക്കുന്നത്. മാന്യമായ നഷ്ടപരിഹാരം കൊടുത്തു അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പണം കൊടുത്തിട്ട് ആ സ്ഥലം വിലക്കെടുത്തു എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ടാണ് ഇതിനെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്, ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, അല്ല വാങ്ങുകയല്ല. ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം മറ്റൊരാളുടെ കൈവശം വാങ്ങുകയാണെങ്കിൽ അതിനുവേണ്ടി അക്വയർ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് എന്നാൽ കഴിഞ്ഞ UDF ഭരണകാലത്ത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF അന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് നടപ്പുള്ള കാര്യമല്ല കേരളത്തിൽ എന്ന് പറയുന്ന ഒരു വലിയ ബേർഡൻ അന്നത്തെ UDF സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതോടുകൂടി വീതി കൂട്ടുക എന്ന് പറയുന്ന ഒരു ന്യായത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് പിൻവലിയേണ്ടി വന്നു. അങ്ങനെ വീതി കൂട്ടാൻ ഒരു നിർവാഹവും ഇല്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദേശീയപാത അതോറിറ്റി പറഞ്ഞു, ശരി ഞങ്ങൾക്ക് ഇപ്പൊ ദേശീയപാത അതോറിറ്റിക്ക് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ഇത്ര മീറ്റർ വീതി എന്നുള്ളത് ആവശ്യമാണ്. അപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അത് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണ് കേരളത്തിലെ ദേശീയപാത വികസനം ഈ തുലാസിലായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം, രണ്ടാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുമായുള്ള ചർച്ചകൾ നിരന്തരം പുരോഗമിക്കുകയും തുടർന്ന് ഇതിന്റെ വീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുകയും ഒക്കെ ചെയ്തു പോയത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കേണ്ടിയിരുന്നത്. അതായത് ഈ സിൽവർ ലൈൻ പ്രോജക്ട് എന്ന് പറയുന്നത് ഇന്ന് കല്ലിട്ട് നാളെ കൊണ്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യുന്ന സാധനമല്ല. ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. കാര്യം കാസർഗോഡ് വരെയാണെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ വരെയാണെങ്കിൽ പോലും ഈ റെയിൽ പാത കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവർക്ക് 4 മണിക്കൂർ കൊണ്ട് നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്താൻ കഴിയുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ റോഡുകൾ ഇന്ന് മതിയായ റോഡുകളാണോ നമ്മുടെ അടുത്തുള്ളത്? ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് എറണാകുളത്തേക്ക് എത്തണമെങ്കിൽ ഇന്നത്തെ സമയം അനുസരിച്ച് 7 മണിക്കൂർ മിനിമം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. അപ്പം ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ 7 മണിക്കൂർ റോഡിൽ പോകുന്നു.
റോഡിൽ വേസ്റ്റ് ആവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ റെയിൽ വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ട ചില പരിസ്ഥിതി ആഘാത പഠനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമേ ഇതിന് അപ്രൂവൽ കിട്ടുകയും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വശം. ഇവിടെ UDF സർക്കാർ ചെയ്ത കാര്യം എന്താണ്? ആ പദ്ധതി അപ്പാടെ റദ്ദാക്കി കളഞ്ഞു. എന്നാൽ ഇവിടെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പദ്ധതി കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കി എടുക്കാൻ ശേഷിയുള്ള ഒരു സർക്കാരാണ് വന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇത് വിശദമായി പഠിക്കുകയും പഠിച്ചതിന് ശേഷം ഈ പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ, മെട്രോമാൻ ശ്രീധരൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എലവേറ്റഡ് ആക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ പറയുന്ന പോലെ നടുക്ക് ഇതിന്റെ ഒരു പ്രായോഗിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 മതിലുകൾക്കിടയിലൂടെ റെയിൽപാത കടന്നു പോകുന്നു. ഈ 2 മതിലുകൾ വരുമ്പോൾ തന്നെ ഏകദേശം 20 മീറ്ററോളം ഉയരത്തിലാണ് ഈ 2 പിന്നെ മതിലുകൾ വരുന്നത്. അപ്പൊ ഇതിനിടയിലൂടെ റെയിൽപാത വരുമ്പോൾ ഒന്നാമത് ഈ വരുന്ന ഭാഗം മലയോര മേഖലകളാണ്. അപ്പം ഈ മേഖലകളിൽ ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വെള്ളക്കെട്ടുകൾ, പിന്നെ പ്രളയത്തിന്റെ സാധ്യതകൾ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഒരു പ്രദേശത്തെ 2ആയി വിഭജിക്കുന്നു. അതിന് പകരമായി ഇത് എലവേറ്റഡ് ആക്കാം. അപ്പൊ എലവേറ്റഡ് ആക്കിക്കൊണ്ട് അങ്ങനെയല്ല ഒരു ശ്രീധരൻ അതുമായി ബന്ധപ്പെട്ടില്ല ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം താഴെ കൂടെ പോകുന്നത് മൂലം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. താഴെ കൂടെ പോകേണ്ടടുത്ത് താഴെ കൂടെ കൊണ്ടുപോകാം, മേളിൽ കൂടെ പോകേണ്ട സ്ഥലങ്ങളിൽ എലവേറ്റഡ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ രീതിയിൽ ഒരു പ്ലാൻ അപ്രൂവൽ കൊടുക്കുക. അപ്പം വേണ്ട മാറ്റങ്ങൾ ഈ പ്രോജക്റ്റിൽ വരുത്തി പിന്നീട് എപ്പോഴെങ്കിലും നമുക്കിത് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നതിന് പകരം ചെയ്തെന്താ, ക്യാൻസൽ ചെയ്തു, അതങ്ങ് റദ്ദാക്കി കളഞ്ഞു. ഇനി ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. കയ്യടി കിട്ടി. സാധാരണക്കാരായ മഞ്ഞക്കുറ്റിയിട്ട് ബുദ്ധിമുട്ടിച്ച് സാധാരണക്കാരുടെ കയ്യടി ഇവിടെ കിട്ടി. ഈ കൊടിക്കുന്നിൽ സുരേഷൊക്കെ അവിടെ കിടന്ന് തന്തയ്ക്ക് വിളിച്ചാൽ ഇത് ഇടാമെന്ന ആൾക്കാരെ അല്ല. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടന്നു. ഇതിന്റെ അർത്ഥം തുടക്കത്തിൽ തന്നെ ഒരു പദ്ധതി ക്യാൻസൽ ചെയ്തു. എന്നാൽ നമ്മൾ നോക്കിക്കോളൂ, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് പാല്, മിൽമ പാല്. അതിനെന്ത് ചെയ്തു? 4 രൂപ ലിറ്ററിന് വർദ്ധിപ്പിച്ചു. അതായത് ഇപ്പൊ നമ്മളൊരു എനിക്ക് തോന്നുന്നു 28 രൂപ 1/2 ലിറ്ററിന്റെ ഒരു കവർ പാലിന് ആവേണ്ട ഒരു അവസ്ഥ വരും. ഇതെന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല? ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിഞ്ചുറാണി ആയിരുന്നു എന്റെ മിനിസ്റ്റർ. അപ്പൊ ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നീക്കം നടത്താൻ തീരുമാനം എടുക്കുന്നത്. വില വർധനവ് അതിലെന്താ 3.35, അതായത് 3 രൂപ 35 പൈസ എന്തോ കർഷകരിലേക്ക് എത്തും എന്നുള്ള നിലയിലാണ് അതിന്റെ ഒരു ഡിസൈനിങ് വരുന്നത്. അപ്പൊ അന്ന് അങ്ങനെയാണെങ്കിൽ സാധാരണക്കാര് ഒരു ദിവസം ഇപ്പൊ ഇനി ചായയുടെ ഒക്കെ വില കൂടാൻ പോവാണ്. അപ്പൊ അതിലെന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ നടത്തായിരുന്നത്? മിൽമ പാൽ വില വർദ്ധിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒരു നീക്കുപോക്കിലേക്ക് പോകായിരുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ അതും വേണം ചെയ്യാമായിരുന്നു. തൽക്കാലം ഒരു വില വർധനവും നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള നിലയിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെയും 2 ദിവസങ്ങളായിട്ട് ഒരു എനിക്ക് തോന്നുന്നു 3, 85 പിന്നെ 95 എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ പിന്നെ ഫ്യൂവൽ പ്രൈസ് ഇവിടെ വർദ്ധിച്ചു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. എന്തുകൊണ്ടാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ഫ്യൂവൽ പ്രൈസുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് തിരക്കിട്ടൊരു തീരുമാനം എടുക്കാതെ പോയത്? അത് ഞങ്ങൾ ആലോചിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ മുഖ്യമന്ത്രി പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് പുറത്തേക്ക് വിടേണ്ടതായിരുന്നില്ലേ? അപ്പം ശരിക്കും പറഞ്ഞ ഇതിൽ അധിക നികുതി ഞങ്ങൾക്ക് വേണ്ട. ഏകദേശം 440 കോടി രൂപ ഈ ഫ്യൂവലിന്റെ ഹൈക്ക് വരുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയാണ്. അധിക വരുമാനം എന്നുള്ള നിലയിൽ ലഭിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് വേണ്ട, അധിക വരുമാനം അല്ലെങ്കിൽ അത് പകുതിയായിട്ട് ഷോർട്ടൺ ചെയ്യാൻ പറ്റും, 440 എന്നുള്ള വേണമെങ്കിൽ 220 എന്ന് പറയുന്ന കണക്കിലോ 100 കോടി എടുക്കുന്ന കണക്കിലോ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? ബാക്കി 340 കോടി രൂപ പോട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? ഇപ്പം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം എന്തുകൊണ്ടാണ് ഇതുവരെ ക്ലാരിറ്റി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് വനിതകൾക്ക് പിന്നെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര? ഓക്കെ, എല്ലാം അംഗീകരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ കയ്യടി നേടി ഇന്ദിരാ ഗ്യാരണ്ടിപ്പെടുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇതുവരെ 15 എന്ന് പറയുമ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും തുടക്കത്തിൽ ഇതൊക്കെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കാര്യം സർക്കാർ അധികാരം ഏൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായതാണ് ഫ്യൂൽ പ്രൈസ്. അത് ഉടനെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നില്ലേ? കാര്യം ഇന്ധനത്തിന്റെ വിലയാണ് എപ്പോഴും ഒരു അടിസ്ഥാന വില എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കുന്നത്. എപ്പോഴും അടിസ്ഥാന വില ഇന്ധന വില തന്നെയാണ്. കാര്യം ഇപ്പം അവിടെ നിന്ന് വരുന്ന ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പിന്നെ വരുന്ന ഒരു സാധനം പച്ചക്കറിയാണെന്ന് വെച്ചോളൂ. ഒരു പച്ചക്കറി ഏതെങ്കിലും 1 കിലോയ്ക്ക് പിന്നെ ഒരു പച്ചക്കറി ഇവിടുന്ന് വരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു വാഹനം ഓടി വരുമ്പോൾ എത്ര ലിറ്റർ ഡീസൽ ചിലവാകും എന്നുള്ള കണക്ക് ആലോചിക്കണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നതിനേക്കാൾ കൂടുതൽ ഡീസൽ 1 ലിറ്ററിനാണ് പിന്നെ പറയുന്ന 4-5 രൂപയുടെ അടുത്ത് കൂടുന്നത്. അപ്പൊ ഈ 10 ലിറ്റർ വേണ്ടി വന്നു കഴിഞ്ഞാൽ 50 രൂപ
നിലവിൽ അഡീഷണൽ ഇവർക്ക് ആകുകയാണ്. 10 ലിറ്റർ ഡീസൽ വേണം അവിടുന്ന് എറണാകുളത്ത് തിരുവനന്തപുരം എത്താൻ. അപ്പൊ അതിനനുസരിച്ച് ഈ കമ്മോഡിറ്റിയുടെ വിലയിൽ വർധന ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ അടിസ്ഥാന വില എന്നാണ് എപ്പോഴും പെട്രോളിന്റെ ഇതിന് പറയുന്നത്. മിൽമ പാലിന്റെ വില വർദ്ധിക്കുമ്പോൾ ഇപ്പൊ ഗ്യാസിന്റെ സിലിണ്ടറിന്റെ വില വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചില്ലേ? 900 രൂപ മറ്റാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം പല ഹോട്ടലുകാരും പറയുന്നത് എന്താ, അവർക്ക് ആളിനെ നിർത്താൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഒരു ദിവസം തന്നെ 3-4 കുറ്റി സിലിണ്ടറാണ് ആവശ്യമായിട്ട് വരുന്നത് ഹോട്ടൽ നടത്തുമ്പോൾ. അപ്പം തൊഴിലാളിക്ക് കാശ് കൊടുക്കണം വൈകുന്നേരം. ഇവർക്ക് ഈ പെട്ടെന്ന് തന്നെ അവർക്ക് ഇപ്പൊ ഊണിന് 80 രൂപ കൊടുത്തോണ്ടിരുന്ന ഊണിന് നാളെ മാറ്റി 100 രൂപയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ആരും വരില്ല. അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം സ്വാഭാവികം പാലിനും കൂടെ വില കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ചായ ഇന്ന് 15 രൂപ കൊടുക്കുന്നെങ്കിൽ നാളെ 20 രൂപയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാകും അവര്. എല്ലാ സാധനങ്ങളുടെയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ അപ്പൊ ഇതിനൊക്കെ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി ചെയ്തത് എന്താ, കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അത് PSC നിയമനം, തെരഞ്ഞെടുപ്പ് കാരണം PSC നിയമനം നടക്കില്ല, സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട നിലയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ PSC നിയമനം നടത്തുക? സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അതിനകത്തൊരു മാറ്റം വരുത്തി ഞങ്ങൾ ആ നിയമനം കുറച്ചൊരു 3 മാസവും കൂടെ തരാം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അത് അത്ര വലിയ ഗംഭീരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജനോപകാരപ്രദമാണ്, ജനത്തിന് ഗുണകരമായ ഒരു തീരുമാനമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. അവിടെ ഇലക്ഷൻ പ്രോട്ടോകോൾ നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറച്ച് നമ്മൾ മനസ്സിലാക്കുകയും കൂടി വേണം. അപ്പം ഈ രീതിയിലാണ് പുതിയ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. പക്ഷേ ഇപ്പൊ പുള്ളി ഉദ്ദേശിക്കുന്നത് ജനകീയനാവുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ജനകീയനാവുക, ഒരു എന്താ വെച്ചാൽ ഇന്നത്തെ ജെൻസി കുട്ടികളുടെ ഒരു പൂക്കി എന്ന് പറയുന്ന CM ആയി മാറുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് VD സതീശൻ നിൽക്കുന്നത്. ജെൻസിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ജെൻസിക്ക് ഇഷ്ടമുള്ള മോഡിഫിക്കേഷൻ മാറ്റുക, മോഡിഫിക്കേഷൻ വേണ്ട. മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നേ, അവരുടേതായ രീതികളുണ്ട്. അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ നമ്മുടെ കേരളത്തിൽ സാധ്യമാവും. കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ സാധ്യമാവുള്ളൂ. അപ്പൊ അതിന് പകരം ഈ പറയുന്ന നിരോധിക്കപ്പെട്ട മോഡിഫിക്കേഷൻ ഒന്നും നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ക്രാഷ് ഗാർഡ് പോലെ ഫ്രണ്ടിലും ബാക്കിലും ഒരു സാധനം ഫിറ്റ് ചെയ്യാനോ വാഹനത്തിന്റെ പുറത്തേക്ക് നിൽക്കുന്ന തരത്തിലുള്ള ടയറുകൾ ഉപയോഗിക്കാനോ ഒന്നും നമ്മുടെ കേരളത്തിൽ സാധ്യമല്ല. ഹോണുകൾ ഉപയോഗിക്കുക, അവിടെ നമ്മുടെ സൈലൻസറുകൾ ആൾട്ടർ ചെയ്ത് ഉപയോഗിക്കുക, ഇതൊന്നും നമ്മുടെ കേരളത്തിൽ സാധ്യമല്ല. അപ്പം ഇങ്ങനെ തുടങ്ങി നമ്മുടെ വാഹനത്തിന്റെ പൊക്കം കൂട്ടാൻ പാടില്ല, പൊക്കം കുറയ്ക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ പക്ഷേ അവിടെ കൈയടി കിട്ടി, സതീശിന് കൈയടി കിട്ടി. അല്ല ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ റിയാക്ഷൻ വൈറലാണ് ആ സാധനം. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ പുള്ളിയെ ജെൻസി ഏറ്റെടുത്തു എന്നുള്ളതിനെ. അപ്പൊ ജെൻസിക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളും തീരുമാനങ്ങളും ഒക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചനയിലാണ് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു ശരിക്കും അവിടെ കൊടുക്കേണ്ടത്. പക്ഷെ പറ്റിയില്ല എന്ന് മാത്രം.